ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹകരമായ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസന്മാർ, പ്രത്യേക അതിഥികളായി കടന്നു വന്ന മാത്യു ബേബി പാസ്റ്റർ, ദേവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ വൈരജി പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഏറ്റവും അനുഗ്രഹകരമായ പരിസമാപ്തിയിലേക്ക് കടന്നു വന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം സാക്ഷിവാചകങ്ങളിൽ, വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ, ഇതെല്ലാം കേൾക്കുവാനിടയായി. ഈ സമയം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകും എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞാൽ പ്രൈസ് ലോർഡ്. പ്രത്യേക തിങ്കളാഴ്ച തുടങ്ങിയ പ്രാർത്ഥന ഇന്നലെ വൈകിട്ട് ഉപവാസ പ്രാർത്ഥന അത് സമാപിക്കുകയും അതിൻ്റെ സമാപനമായ മീറ്റിംഗ് ആയിട്ട് നമ്മുടെ ഈ സഭായോഗത്തോട് ചേർന്ന് ആദരണീയനായ സ്റ്റേറ്റ് ഓവർസിയർ വൈരജി പാസ്റ്ററുടെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ തന്നെ ദേവദാസന്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുവാനിടയായി. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. എങ്കിൽ തന്നെയും മേപ്രാൽ ദേവസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഓടിയെത്തിയ പ്രിയ വൈരജി പാസ്റ്ററോടുള്ള ദേവസഭയുടെ വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. മാത്യു ബേബി പാസ്റ്റർ, നല്ലൊരു കൈയടി കൊടുക്കാം. മാത്യു ബേബി പാസ്റ്റർ കൂടെ ഉണ്ട്. ഞാൻ ഓർത്തു ഒരു മിനിറ്റ് ചർച്ചിനോട് സംസാരിക്കുമെന്ന്. ദേവദാസന്റെ പ്രവർത്തനങ്ങൾ, വൈപ്പിയുടെ പ്രവർത്തനങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടതാണ്. ഇപ്രാവശ്യം വൈപ്പിയുടെ ക്യാമ്പ് ഏകദേശം 1400-1500ഓളം യോജനങ്ങൾ, ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാനം അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമ്മുടെ ഓവർസിയറായി 11ാമത്തെ ഓവർസിയറായി നിയോഗിക്കപ്പെട്ട ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട വൈരജി പാസ്റ്ററെ മേപ്രാൽ ദേവസഭ ആദരിക്കുവാൻ സമയമെടുക്കുകയാണ്. ദേവദാസൻ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഈ ഒരു അവസരം അതിന് ഉചിതമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. വൈരജി പാസ്റ്ററിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒരു പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയം പ്രത്യേക കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ വൈപ്പി എല്ലാം ഭാരവാഹികൾ മുന്നോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയ സോജൻ പാസ്റ്റർ പ്രിയ വൈരജി പാസ്റ്ററിന് ഒരു മൊമെന്റോ നൽകി ആദരിക്കുന്നതാണ്. ആ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ എല്ലാവർക്കും കാണുവാൻ സാധിക്കും. 11th കേരള സ്റ്റേറ്റ് ഓവർസിയർ, ദൈവസഭയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിയാക്കിയ റവറൻ വൈരജി അവർക്ക് മേപ്രാൽ ദൈവസഭയുടെ സ്നേഹാദരവ്. ദൈവസഭയുടെ 11ാമത്തെ ഓവർസിയർ ആണ് പ്രിയ വൈരജി പാസ്റ്റർ. ആ 11 എന്നുള്ള ആ നമ്പർ എംബോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ മൊമെന്റോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സമയം പ്രിയ ദേവദാസൻ സോജൻ പാസ്റ്റർ പ്രിയ വൈരജി പാസ്റ്ററിന് മൊമെന്റോ നൽകി ആദരിക്കും. ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചു, ഒരു സഹായത്തിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. എന്നാൽ ഇങ്ങനെ മൊബൈൽ തരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ സഭ ഞങ്ങളോട് പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അനേകം ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവസഭയ്ക്ക് സംഭാവന ചെയ്തൊരു സഭയാണ്. അനുഗ്രഹീതനായ ഒഴിമേപ്രാട് ഉൾപ്പെടെ ഈ സഭയിൽ നിന്ന് ധാരാളം ദൈവഭക്തന്മാർ സ്വദേശത്തും വിദേശത്തുമുള്ളവർ ദൈവസഭയ്ക്ക് അനേക സംഭാവനകൾ നൽകുന്നവരുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഈ സദസ്സിൽ എനിക്ക് ഈ ബഹുമാനത്തിന്
എന്നെ അർഹനാക്കിയ സർവശക്തന് നന്ദി അർപ്പിക്കുന്നു. എനിക്ക് തന്ന ഈ നല്ല അംഗീകാരത്തിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ സുഹൃത്തുക്കളെന്നും റമ്മിയെ കാണാനിടയായി റമ്മിയുടെ ബ്രദറുകളെല്ലാം നിറഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും റോബിൻ നമുക്ക് ബഹുമാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാത്തിനും നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാസ്റ്റർ. ദേവദാസൻ ഈ ദിവസങ്ങളിൽ ഓടി നടക്കുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം. നമ്മുടെ ജനറൽ കൺവെൻഷൻ ജനുവരി മാസത്തിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും ആ കൺവെൻഷൻ 101ാമത് കൺവെൻഷനേക്കാൾ അനുഗ്രഹകരമായിട്ട് നടക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ദേവദാസന്റെ പ്രവർത്തനങ്ങൾക്ക് മേപ്രാൽ ദേവസഭയുടെ പ്രാർത്ഥന സഹകരണം എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവസഭയ്ക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന ക്ഷീണമാണ് എന്ന് കരുതുന്ന ഒരു പറ്റം വിശ്വാസികളാണ് ഇവിടെയുള്ളത്. തുടർന്നും ദേവദാസന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് കർത്താവ് മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അവസരമൊരുക്കിയ ദേവദാസൻ നന്ദി പറയും. എല്ലാ നന്മകൾക്കും നന്ദി പാടാം. ശുശ്രൂഷകൾ അനുഗ്രഹമാക്കിയതുകൊണ്ട് നന്ദി പാടാം. ബഹുമാനപ്പെട്ട ശേഷവത്സരമായി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗവും കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ആഴമായ തോതും തിരുമേശ പ്രവേശനത്തിന്റെ ഗൗരവവും അതിൽ പ്രാഗൽഭ്യത്തോടെ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടുവാനുള്ള അവസരം തന്റെ ദാസന്റെ ശുശ്രൂഷകളിൽ കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. ബഹുമാനപ്പെട്ട ഷിബു ബേബി പാസ്റ്റർ വൈപിയുടെ പ്രസിഡന്റായിട്ട് നമ്മോടൊപ്പം ഉണ്ടല്ലോ. അദ്ദേഹം മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ ആശീർവാദം പറഞ്ഞ് ഈ വിശുദ്ധ സഭായോഗം അവസാനിപ്പിക്കാൻ എല്ലാ ദൈവമക്കളും സ്തോത്രത്തിൽ ജാഗരിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ ചേർന്നാട്ടെ. വലിയവനായ ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ ദിനങ്ങളും ആഗതമാകുന്നു. ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഷിബുവേ പരിശുദ്ധമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുദിന നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. മേപ്രാൽ ദൈവസഭയുടെ ആരോഗ്യം നടത്തപ്പെടുത്താം ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസം ശുദ്ധ ആരാധനയായി ഞങ്ങൾക്ക് ഞങ്ങളുടെ പാതകളിൽ കടന്നു വരുവാനും തിരുമുഖത്തേക്ക് നോക്കുവാനും സ്വർഗത്തിലെ സഹായിച്ചു വലിയ ലഭിക്കാനും ദൈവസ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ നാളിൽ ഈ സഭയ്ക്ക് അങ്ങ് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, വാക്കുമാറാത്ത ദൈവമായിരുന്നല്ലോ. ശത്രുവായ സാത്താൻ പലപ്പോഴും ഈ സഭയെ തകർത്ത് കളയുവാൻ നോക്കിയ സ്ഥാനത്തെല്ലാം അങ്ങയുടെ ദൃശ്യമായ കരങ്ങൾ ഇത്രത്തോളം മാനിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിനായ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്ന സമയം ഇത്രത്തോളം സമയം അങ്ങയുടെ സഹായത്തിന്റെ മറവിലായിരിക്കുവാൻ അങ്ങ് സഹായിച്ച വലിയ സ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷ ഞങ്ങളുടെ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താവേ. കുടുംബം അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന നടത്താവേ. ഹാലലുയ. മറ്റു ദിവസങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന നടത്താവേ. ഹാലലുയ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഭാഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന നടത്താവേ. ഹാലലുയ. ദൈവമേ, ഞാൻ എന്റെ സഭയെ പടിയും പാതാള ഗോപുരങ്ങളും അനുഗ്രഹിക്കുകയില്ല എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം ഇന്ന് പകൽക്കാലം ശക്തമായ ദൂത് സംസാരിക്കുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ട്രഷറർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കമ്മിറ്റികൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. വിശ്വാസ കുടുംബങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ സഹായത്തെ കൃപയും കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ഉത്തരമേ. ഇപ്പോൾ നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം ഏവരോടും ഈ വാത്സല്യ സഭയോടും ദൈവദാസന്മാരോടും വിശേഷിച്ച് ഈ സഭയ്ക്ക് ശുശ്രൂഷ നൽകിയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സഭാ കമ്മിറ്റിയോടും എല്ലാ അംഗങ്ങളോടും വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവസഭയുടെ പ്രവർത്തനങ്ങളോടുകൂടെ ഇന്നുമെന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ
മേഘപ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. മറക്കപ്പെട്ട ദൈവവും ഞാനൊരു മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ വേഗം